Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning. Good morning, Miss. Yeah. Good morning, Miss. Morning. പറഞ്ഞോടിയോ? Hi, ma'am. Hi, good morning, everyone. എൻ്റെ പേര് ഗ്ലാഡിസ്. ഞാനാണ് ഇന്ന് ക്ലാസ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഞാൻ എറണാകുളം ജില്ലയിലെ പിറവം അടുത്ത് ആരക്കുന്ന് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പ്രയറിനായിട്ട് ബജിത ലിൻഡോയെ ക്ഷണിക്കുന്നു. Hello, ma'am. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. താങ്ക് യു. താങ്ക് യു, ബജിത. സൈനിങ് ചെയ്യുന്നതിനായി മിരിയെ ക്ഷണിക്കുകയാണ്. ഹലോ എവ്രി വൺ. ഞാൻ എന്നെ തന്നെ പറയാം. എൻ്റെ പേര് മിരിയാം. എൻ്റെ വീട് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ്. ഇന്ന് നമുക്ക് അപർണ മിസ്സിൻ്റെ ആദ്യ ക്ലാസ്സാണ്. മിസ്സിനെ ആദ്യമായി നമുക്ക് ക്ലാസ് എടുക്കാൻ വന്ന മിസ്സിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തത് ഈ പ്ലാറ്റ്ഫോമിലിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു, മിരിയ. ഇന്ന് നമ്മളോട് തോട്ട് ഓഫ് ദ ഡേ പങ്കുവയ്ക്കുന്നത് നിസിയയാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. നാം എല്ലാവരും നിസ്സാരമായി കരുതുന്നതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് സമയം. സമയത്തെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയില്ല. എന്നാൽ സമയത്തിനനുസരിച്ച് നമ്മളെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയണം. സമയം വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. സമയത്തിന്റെ വില മനസ്സിലാക്കി നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഞാൻ നിങ്ങളുടെ സ്വന്തം നിസിയ ഫ്രം തിരുവനന്തപുരം. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് സൈനിങ്ങും തോട്ട് ഓഫ് ദ ഡേയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നന്നായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റ് വീക്കിൽ എന്തായാലും കുട്ടികൾ പറഞ്ഞു തുടങ്ങിയില്ല. പക്ഷെ നിങ്ങൾക്ക് ആ മടിയൊന്നുമില്ല, നല്ല കോൺഫിഡൻസോട് കൂടി എല്ലാവരും പറഞ്ഞു. അപ്പോൾ എല്ലാവരും മാറി മാറി തോട്ട് ഓഫ് ദ ഡേയും സൈനിങ്ങും പ്രയറും പറയാം. ദെൻ ആ സമയത്ത് തന്നെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആ സമയത്ത് കഴിയും. ഇപ്പം അനില, മരിയ, നസ്രിയ അല്ലെ, ഇത് 3 പേരെയും പെട്ടെന്ന് പേര് കിട്ടി, എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു സെപ്പറേറ്റ് സെഷൻ വേണ്ടാലോ അല്ലെ. അപ്പൊ നമ്മൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ പേര് പറയാം. എന്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി. ആ സമയം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ക്ലാസ് കളയണ്ടാലോ അല്ലെ. ജസ്റ്റ് എന്നെ ഒന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് അപർണ എന്നാണ്. നേറ്റീവ് പ്ലേസ് നോർത്ത് പറവൂരാണ്. ദെൻ ഞാൻ നിങ്ങളുടെ
ഫെസിലിറ്റേറ്റർ ആണ്. ഇനി ഒരു 10 months നിങ്ങൾ ജേണിയിൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് പോവാം. ഞാൻ തരുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാം. നമ്മളുടെ പിന്നീടുള്ള നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ഓരോരുത്തരും പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാ ടീച്ചേഴ്സും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ? ജിഷ മിസ് വന്നു, ജോബ് സാർ ആണോ, അശ്വതി മിസ് വന്നു, ഇംഗ്ലീഷ് അശ്വതി മിസ് വന്നു, ദെൻ അശ്വതി മിസ്സും വന്നു അല്ലേ? യെസ് മാം. യെസ് മാം. ലാസ്റ്റ് ഞാനല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ടായിരുന്നത്. അപ്പൊ ഞാനും എന്റെ ക്ലാസ് നിന്ന് എല്ലാ ഫ്രൈഡേയും 10:30 ആയിരിക്കും എന്റെ ക്ലാസ്. സോ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ബുക്ക് പറഞ്ഞിട്ടുണ്ടോ മിസ് ജിഷ് ടീച്ചർ? നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ലെക്ചർ നോട്ട് നമ്മളൊരു നോട്ട്ബുക്കിൽ ഓരോ ടീച്ചേഴ്സിന്റെ പോർഷൻ, ഓരോ സൈഡിൽ ഓരോ ടീച്ചേഴ്സിന്റെ പോർഷൻസ് എഴുതാണെങ്കിൽ നല്ലതായിരിക്കും. അസൈൻമെന്റ് ബുക്ക് ചില ടീച്ചേഴ്സ് അസൈൻമെന്റ്സ് തരും. അപ്പൊ അസൈൻമെന്റ്സ് എല്ലാം ഒരുമിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ഒരു അസൈൻമെന്റ് ബുക്ക് ഉള്ളത് നല്ലതായിരിക്കും. ഈ A4 ഷീറ്റിൽ എഴുതിയാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് അത് അസൈൻമെന്റ് ബുക്ക് ഒക്കെ സൈൻ ചെയ്യിക്കേണ്ട ടൈം വരുമ്പോൾ എങ്ങാനും അത് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു അസൈൻമെന്റ് ബുക്ക് വേണം. പിന്നെ നമ്മളുടെ നോട്ട്ബുക്ക് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ചെറിയ നോട്ട്ബുക്സ് അല്ലെങ്കിൽ വലിയ ബുക്ക് ആണെങ്കിൽ 2 ടീച്ചേഴ്സിന്റെ നോട്ട് ഒറ്റ ബുക്കിൽ എഴുതാം. ഓക്കെ ഓക്കെ. പറവൂര് അടുത്ത ആരെങ്കിലും ഉണ്ടോ? യെസ് മാം, എന്റെ പേര് സനില, ഞാൻ വരാപ്പുഴയിൽ നിന്നാണ്. ഓക്കെ, വരാപ്പുഴ അല്ലെ. ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ? കിട്ടി വരുന്നേ ഉള്ളൂ? കിട്ടിയില്ല. കിട്ടിയില്ല മാം. ഓർഡർ കൊടുത്തോ? കൊടുത്തു. കൊടുത്തിട്ടുണ്ട്. ദിവസം ടൈം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. ആണോ? കാരണം ഒത്തിരി ബാച്ചസ് ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് എല്ലാവരിലും എത്തിക്കാൻ ഒത്തിരി ടൈം എടുക്കും. നമ്മള് ക്ലാസ് എടുക്കുന്ന സമയത്ത് മ്യൂട്ട് ആവാം. ക്ലാസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം മ്യൂട്ട് ഓൺ ചെയ്യുക. കാരണം നിങ്ങൾ മ്യൂട്ട് ഓൺ ആക്കി കഴിയുമ്പോൾ അപ്പൊ എനിക്ക് നിങ്ങളെ എടുത്ത് കാണിക്കും. ഇപ്പൊ രഞ്ജിനിയാണെന്ന് തോന്നുന്നു മ്യൂട്ട് ഓൺ ആക്കിയത്. അപ്പൊ രഞ്ജിനിയുടെ പിക്ക് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ മ്യൂട്ട് ആവാൻ നോക്കാം. എന്ന് വെച്ചാൽ നമുക്കൊരു ഇന്ററാക്റ്റീവ് ടൈപ്പ് ആണ് ക്ലാസ് വരുന്നത്. 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാനും നിങ്ങളും ഒരുമിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ പാത്ത് പോകുന്നത്. അപ്പോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ ചിലപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അത് നമ്മൾ ഷെയർ ചെയ്താണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1 പാർട്ട് 1. അതിന് സ്റ്റാർട്ട് ചെയ്തോ? ടീച്ചേഴ്സ് ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തു ഇംഗ്ലീഷ്. ഓക്കെ, അത് മൊഡ്യൂൾ 2 അല്ലേ സ്റ്റാർട്ട് ചെയ്തേ? ഞാൻ മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1 പാർട്ട് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. ഞാൻ ഷെയർ ചെയ്യാട്ടെ 1 മിനിറ്റ്. മേ ബി നോക്കി നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന പാർട്ടാണ് ഈ കാണുന്നത്. നമ്മുടെ മൊഡ്യൂൾ 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, കുട്ടികളുടെ ഹെൽത്തും ന്യൂട്രീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. അത് അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ സിമ്പിൾ ആണ്. ഒരു 8 യൂണിറ്റ്സ് ആണ് അതിലുള്ളത്. അത് ഓരോ ടീച്ചേഴ്സും ഓരോ ചാപ്റ്റേഴ്സ് വൈസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോ ഞാനിപ്പോ ആദ്യം എടുക്കാൻ പോകുന്ന കോമൺ ചൈൽഡ് ഡിസീസ് ആണ്. സോ എന്റെ പേര് എഴുതാം, അപർണ മിസ്, ചാപ്റ്റർ 4 കോമൺ ചൈൽഡ് ഡിസീസ്. മേ ബി ഞാൻ അടുത്തെടുക്കുന്നത് ചിലപ്പോ ചാപ്റ്റർ 8 ആയിരിക്കും. അപ്പൊ ചാപ്റ്റർ 8 ചൈൽഡ് വെൽഫെയർ, അങ്ങനെ മനസ്സിലായി. യൂണിറ്റ് 8 ചൈൽഡ് വെൽഫെയർ. എല്ലാ ടീച്ചേഴ്സും ചിലപ്പോ ഒരു പാർട്ടിയിൽ നിന്ന് മിക്ക ചാപ്റ്റേഴ്സ് നോക്കിയാൽ മതി. ആ ഓരോ ചാപ്റ്റേഴ്സും എടുത്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇന്ന പാർട്ട് ഫുൾ ആയിട്ട് ഒരു ടീച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല നമ്മൾ പറയുന്നത്. നമ്മളെല്ലാം ഷെയർ ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ.
കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. പേജ് നമ്പർ 16 വരുന്നത്. ജസ്റ്റ് പേജ് നമ്പർ 16 നോക്കാം കേട്ടോ. 16 ടെസ്റ്റ് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ട് മിസ്. യെസ് മാം, കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. നിങ്ങൾക്ക് നേരത്തെ ഓർഡർ ചെയ്തോ? അവര് കോണ്ടാക്ട് ചെയ്ത് അന്ന് തന്നെ അവിടുന്ന് കോണ്ടാക്ട് അതുകൊണ്ടാണ്. ഓക്കേടാ. അപ്പോ ഈ ഫസ്റ്റ് പേജസ് ഒന്ന് ഗ്രൂപ്പ് ഉണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തോ? ഉണ്ട്. ആ ഫസ്റ്റ് ഒരു യൂണിറ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് ഫോട്ടോസ്. എടുക്കുന്ന പോർഷൻ മാത്രം. ഓക്കെ അല്ലേ? യൂണിറ്റ് 4 ആണ് ഞാൻ എടുക്കുന്നത്. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് അല്ലെ? ഈ കുട്ടികളിൽ കോമൺ ആയിട്ട് എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും അല്ലെ? നമ്മൾ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പീരീഡ് ആണ്. ഡിസീസ് എപ്പോഴും കുട്ടികൾക്ക് അസുഖങ്ങളായിരിക്കും അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസുകൾ വരും. അതെന്തുകൊണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നത്? നമ്മൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ ഒരു എന്താ പറയാ പെട്ടെന്ന് വരിക. ഒരു അസുഖം വന്ന് മാറി പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇമ്മ്യൂണിറ്റി കുറവാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് എന്ത് വരുന്നത്? പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ നമ്മളെക്കാൾ എൻവയോൺമെന്റ് ആയിട്ട് കുട്ടികളാണ് മിങ്കിൾ ആയിട്ടുള്ളത്. നമ്മള് ചെരുപ്പൊന്നും ഇടാണ്ട് പുറത്തൊന്നും നടക്കില്ല അല്ലെ? ചപ്പലൊന്നും യൂസ് ചെയ്യാണ്ട് പുറത്തൊക്കെ നടക്കോ? ഇല്ലാലോ. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. അവര് എന്താ പറയാ ചപ്പലൊന്നും യൂസ് ചെയ്യാതെ പുറത്തെടുക്കും. നമ്മളെക്കാൾ എൻവയോൺമെന്റ് ആയിട്ട് ക്ലോസ് കോണ്ടാക്ട് ആർക്കാണ്? കുട്ടികൾക്കാണ്. സോ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് അത്ര സേഫ് ആണോ? നമ്മൾ കോവിഡിന്റെ സമയത്ത് നമ്മൾ ശ്വസിക്കുന്ന ആ ഒരു എയർ അല്ലെങ്കിൽ ശ്വാസം പോലും നമുക്ക് സംശയമായിരുന്നു. ദൈവമേ, ശ്വസിക്കുന്ന ശ്വാസത്തിൽ വരെ കോവിഡിന് അണുക്കളുണ്ടെങ്കിൽ എനിക്ക് വരുമല്ലോ, വൈറസ് ഉണ്ടെങ്കിൽ എനിക്കും അസുഖം വരുമല്ലോ എന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇല്ല, ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചുമയ്ക്കുമ്പോ പോലും നമുക്ക് ആ ഒരു പേടിയ. മറ്റൊരാൾ ചുമയ്ക്കുന്നത് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഈ വ്യക്തിക്ക് കോവിഡ് ഉണ്ടോ എന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ എൻവയോൺമെന്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ഫോഴ്സസ് ഉണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള ഫോഴ്സസ് എൻവയോൺമെന്റിലുണ്ട്. ഇത് നമ്മളുടെ ശരീരത്തിനകത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറവുള്ള വ്യക്തിനെ ആയിരിക്കും ഈ ഒരു ഹാംഫുൾ ഫോഴ്സ് ഫസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നത്. ഇമ്മ്യൂണിറ്റി കുറവ് ആർക്കാണ്? കുട്ടികൾക്കാണ്. സോ അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ ഒരു അസുഖങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനൊരു ഭീഷണി തന്നെയാണ്. അപ്പോൾ ഹാംഫുൾ ആയിട്ടുള്ള ഫോഴ്സസ് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ച് പ്രിക്കോഷനും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കണം. ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ട്. അതല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൊടിയുള്ള ഒരു പ്രദേശത്തേക്ക് പോവാണെങ്കിൽ മാസ്ക് യൂസ് ചെയ്യണം, ഹാൻഡ് വാഷ് എങ്ങനെ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഹെൽത്തി ഹാബിറ്റ്സും കാര്യങ്ങളും, കർച്ചീഫ് യൂസ് ചെയ്യണ കാര്യം, അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ. മേ ബി ഡിസീസ് എന്ന് പറയുന്നത് ജെംസ്, പാരസൈറ്റ്സ് അല്ലെങ്കിൽ മൈക്രോബ്സ്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് വഴി നമുക്ക് എന്ത് വരുന്നുണ്ട്? അസുഖങ്ങൾ വരുന്നുണ്ട് അല്ലെ? അസുഖങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, ടി വി ഒക്കെ ഓൺ ചെയ്താൽ ഇപ്പൊ കോമൺ ആയിട്ട് ഏത് അസുഖത്തെ കുറിച്ച് കേൾക്കുന്നേ? കൊറോണ. ഏതാണ്? അതന്നെ എപ്പോഴും നമ്മൾ കേൾക്കാം അല്ലെ? എന്തോ അതും കുട്ടികൾക്കാണ് കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നത് അല്ലെ? കുട്ടികൾക്ക്. അപ്പോ നമ്മള് ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങൾ പെട്ടെന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് 2 ടൈപ്സ് ഓഫ് ഡിസീസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഒന്ന് കണ്ടാജീനിയസ് ഡിസീസും ഒന്ന് ഇൻഫെക്ഷൻ ഡിസീസും ആണ്. കണ്ടാജീനിയസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആകുന്ന ഒരു അസുഖം. എക്സാമ്പിൾ നമുക്കറിയാം കോവിഡ് അല്ലെ? കോവിഡ് അങ്ങനെയല്ലേ? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്കും കൂടി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് പറഞ്ഞാല് നമുക്ക് കുറച്ച് മീഡിയംസ് ഉണ്ട്. ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന കുറച്ച് മീഡിയംസ് ഉണ്ട്. ഫുഡ്, വാട്ടർ, എയർ, ഇതെല്ലാം എന്താണ്? ഇൻഫെക്ഷൻ ഡിസീസിന്റെ മീഡിയംസ് ആണ്. ഇതിലൂടെ നമുക്ക് എന്ത് വരാം? അസുഖങ്ങൾ സ്പ്രെഡ് ആകാം.
ഓക്കെ ആണോ? ഓക്കെ. യെസ് മാം. അപ്പോൾ മെയിൻ ആയിട്ട് കുട്ടികൾക്ക് അസുഖം വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ്. അവർക്ക് പ്രതിരോധ ശേഷി കുറവാണ്. കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാക്സിൻസ് എടുക്കുന്നുണ്ട് അല്ലേ? കുട്ടി ജനിക്കുന്നതിന് മുമ്പ് മുതൽ വാക്സിൻസ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ? അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മള് ടെറ്റനസിന് TT വേണ്ടിയിട്ട് വാക്സിൻ എടുക്കും. TT1 അതേപോലെ TT സെക്കൻഡ് ഡോസ് എടുക്കും. ഫസ്റ്റ് ഡോസ് ആൻഡ് സെക്കൻഡ് ഡോസ് എടുക്കും അല്ലെ? അത് കഴിഞ്ഞ് കുട്ടി ജനിച്ചതിന് ശേഷം നമ്മള് ഒരു എന്താ പറയാ ഒരു ജേർണിയാണ്. വാക്സിൻസ് എടുക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് വാക്സിൻസ്. ജനിച്ച ഉടനെ ഇന്ന വാക്സിൻസ്, 1.5 മാസം ആകുമ്പോൾ ഇന്നത്, 2.5 മാസത്തിൽ ഇത്രയും വാക്സിൻസ്, അങ്ങനെ വാക്സിൻസ് കറക്റ്റ് ഓർഡറിൽ നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാക്സിൻസ് എടുക്കുന്നത്? കുട്ടികളിൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് എല്ലാ കുട്ടികളും വാക്സിൻസ് എടുത്തോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തേണ്ടതാണ്. നമ്മുടെ കുട്ടികളെല്ലാവരും അമ്മമാരായിരിക്കുമല്ലോ. അപ്പൊ വാക്സിൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോ? പ്രോപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് പോകാം. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ് ചാപ്റ്ററിന്റെ പേര്. Children get various kinds of disease due to the absence of immunity. കുട്ടികളില് എന്തുകൊണ്ടാണ് എപ്പോഴും അസുഖങ്ങൾ വരാനുള്ള കാരണം? അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. ആസ് ചിൽഡ്രൻസ് ആർ ഡിസ്ക്ലോസ് ടു ദി സറൗണ്ടിങ്സ്. നമ്മള് സറൗണ്ടിങ്സ് ആയിട്ട് കുട്ടികൾ എങ്ങനെയാണ്? വളരെ ഡിസ്ക്ലോസ്ഡ് ആണ്. ആൻഡ് ദ ചൈൽഡ്ഹുഡ് ഈസ് എ പീരീഡ് ഓഫ് കണ്ടിന്യൂസ് ചേഞ്ചസ്. നമുക്കറിയാം ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒത്തിരി മാറ്റങ്ങൾ വരുന്ന ഒരു പീരീഡ് ആണ്. എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ചേഞ്ചസ് നടക്കുന്ന ഒരു പീരീഡ് ആണ്. കാരണം പെട്ടെന്നാണ് കുട്ടികളുടെ ഗ്രോത്ത് അല്ലെ? ഒരു കുഞ്ഞ് ജനിക്കുന്ന മുതൽ നമുക്ക് ആ കുട്ടിയുടെ ഗ്രോത്ത് നമുക്ക് ഒരു 3 വയസ്സ് വരെയും ഭയങ്കര റാപ്പിഡ് ആണ് അല്ലെ? പെട്ടെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കുട്ടി കമന്ന് വീഴുന്നു, ഇടുപ്പുറയ്ക്കുന്നു, മുട്ടിലഴയുന്നു, പിന്നെ നിൽക്കുന്നു, നടക്കുന്നു, ഓടുന്നു, സംസാരിച്ചു തുടങ്ങുന്നു. അങ്ങനെ പെട്ടെന്നാണ് കുട്ടിയുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കുട്ടികളിൽ. അപ്പോ ഈ ഒരു ടൈം പീരീഡിൽ തന്നെയാണ് അവർക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അസുഖങ്ങൾ, ഡിസീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ആസ് ചിൽഡ്രൻസ് ആർ ഡിസ്ക്ലോസ് ടു ദ സറൗണ്ടിങ് ആൻഡ് ചൈൽഡ്ഹുഡ് ഈസ് എ പീരീഡ് ഓഫ് കണ്ടിന്യൂസ് ചേഞ്ചസ്, they are likely to suffer from disease because of the harmful forces in the environment. നമുക്കറിയാം നമ്മുടെ എൻവയോൺമെന്റിൽ കുറച്ച് ഹാർംഫുൾ ആയിട്ടുള്ള ഫോഴ്സസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. A wide variety of microorganisms like bacteria exist in our environment. നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ട്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലുള്ള ഹാർംഫുൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ്. They are threat to human health. ഇതെല്ലാം ഹ്യൂമൻ ഹെൽത്തിന് എങ്ങനെയാണ്? ഭീഷണിയാണ്. The diseases may be caused by germs, parasites, poison. Disease are mainly 2 types. നമുക്ക് ഡിസീസിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കണ്ടാജിനിയസ് ആൻഡ് ഇൻഫെക്ഷൻ ഡിസീസ്. കണ്ടാജിനിയസ് ഡിസീസ് സ്പ്രെഡ് ഫ്രം one person to another through contact. ഒരു അസുഖമുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന അസുഖത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടേജീനിയസ് ഡിസീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് കോവിഡ് തന്നെ പറയാം അല്ലെ? COVID-19 ത്രൂ കോൺട്രാക്റ്റിലൂടെയാണ് നമ്മള് കുറെ നാള് ഒരാളായിട്ട് കോവിഡ് ഉള്ള ഒരു വ്യക്തിയായിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്വാറന്റൈനിലേക്ക് ഇരുന്നിട്ടുണ്ടാവും അല്ലെ? ഇല്ല, അങ്ങനൊന്നുമില്ല, കേട്ടിട്ടുണ്ടാവും പേര് ക്വാറന്റൈൻ വെക്കണം എന്നൊക്കെ. അപ്പോ കോണ്ടാക്റ്റിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ആണ് കണ്ടീജിയസ് ഡിസീസ് എങ്കിൽ ദി ജേംസ് ഓഫ് ദിസ് ഡിസീസ് ആർ വെരി സ്ട്രോങ്. ഈ ഡിസീസിന്റെ ജേംസ് ഭയങ്കര സ്ട്രോങ് ആണ്. ബോഡിയിൽ എൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രിട്ടിക്കൽ ആക്കും. പേഷ്യന്റിനെ ഭയങ്കരമായിട്ട് ടയേർഡ് ക്രിട്ടിക്കലൊക്കെ ആക്കും. ഈസിലി സ്പ്രെഡും ആവും. പെട്ടെന്നായിരിക്കും സ്പ്രെഡ് ആകുന്നത്. ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ കോവിഡ്? യെസ് മാം. ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു ആ സമയത്ത്? ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡി ഫുൾ പെയിനും ടയേർഡും ടേസ്റ്റ് സ്മെല്ലും ഒന്നും കിട്ടുന്നില്ല അല്ലെ? ഭയങ്കര. അപ്പൊ
എനിക്ക് കോവിഡ് വന്നോന്ന് അറിയില്ല. ഞങ്ങൾക്ക് വീട്ടിലൊരാൾക്ക് കോവിഡ് പേഷ്യന്റ് ആയിരുന്നു. കോവിഡ് വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളോട് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടെന്ന് പറഞ്ഞു. ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് ഇറങ്ങിക്കോളാനാ പറഞ്ഞു. ക്വാറന്റൈൻ ഇരുന്നോളാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തില്ല, കാരണം ആ സമയത്ത് എന്താ പറയാ, നമ്പർ കൂട്ടി കാണിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹൈപ്പായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു കോവിഡിന്റെ. ടെസ്റ്റ് ഒന്നും ചെയ്തില്ല, പക്ഷെ കോവിഡ് ആയിരിക്കണം വന്നു പോയത്. കാരണം ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളൊക്കെയാണ്. ടേസ്റ്റ് ഇല്ല, നമ്മൾ തോട്ട് പെയിൻ, ഭയങ്കര പ്രശ്നങ്ങളൊക്കെയായിരുന്നു. അപ്പോ ഇത് ഈ ഒരു അസുഖം എന്ന് പറയുന്നത്, ഈ ഒരു ഡിസീസിന്റെ ജേംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു പേഷ്യന്റിന്റെ ഉള്ളിലേക്ക്, ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് ഫസ്റ്റ് അഫക്ട് ചെയ്യും. പിന്നെ അത് ഈസിലി സ്പ്രെഡ് ആവും, മറ്റുള്ളവർക്കും കൂടി പെട്ടെന്ന് സ്പ്രെഡ് ആവും, ക്രിട്ടിക്കലും ആക്കും. എന്നുവെച്ചാൽ നമ്മൾ സീരിയസ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരും. അതേപോലെ തന്നെ കോവിഡ് വന്ന ഒരുപാട് പേര് മരണം സംഭവിച്ചിട്ടുണ്ട് അല്ലേ? നമ്മള് കേരളം ഒത്തിരി പേര് മരണം സംഭവിച്ചിട്ടുണ്ട്. അതും ഈ ഒരു പ്രശ്നത്തിന്റെ ആ ഒരു ഇതുകൊണ്ടാണ്, ഇന്റൻസിറ്റി കാരണമാണ്. ഇനി ഇൻഫെക്ഷൻ ഡിസീസിനെ കുറിച്ച് പറയാം. ഇൻഫെക്ഷൻ ഡിസീസ് മെയിൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് ഫുഡ്, വാട്ടർ, എയറിലൂടെയാണ്. ഫുഡ്, വാട്ടർ, എയറിലൂടെയാണ് ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. ദ മീഡിയം ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ് ഈസ് ഫുഡ്, എയർ, വാട്ടർ എക്സെട്ര. ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ത്രൂ ദ ഫോളോയിങ് മെത്തേഡ്. താഴെ പറയുന്ന മെത്തേഡിലൂടെയാണ് ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ആകുന്നത്. ദെൻ ഫുഡിലൂടെ, ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമല്ലേ, ഫുഡ് ഇൻഫെക്ഷൻ ആണ്. കേൾക്കാറുണ്ടോ? യെസ് മാം. പണ്ട് നമ്മൾ അധികം കേട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെ? നമ്മൾ വീട്ടിലൊക്കെ പാചകമൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിരുന്ന സമയത്ത് ഈ ഫുഡ് ഇൻഫെക്ഷനെ കുറിച്ചിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മളിപ്പോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോഴാണെങ്കിൽ പോലും ആരെങ്കിലും ഒക്കെ ആയിട്ട് പറയും, എന്തെങ്കിലും ഇന്ന് ചോദിച്ചു കഴിയുമ്പോൾ പറയും ഫുഡ് ഇൻഫെക്ഷൻ ആണ് എന്ന്. അത് ഇപ്പൊ കോമൺ ആണ്. ഫുഡ് വഴി നമുക്ക് എന്ത് വരുന്നുണ്ട്, അസുഖങ്ങൾ സ്പ്രെഡ് ആകുന്നുണ്ട്. ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തുറന്ന സ്ഥലത്ത് നിന്നൊക്കെ ഫുഡ് കഴിക്കില്ല, തട്ടുകട, അതേപോലെ വൃത്തിയില്ലാത്ത പ്രദേശം, പ്ലേസുകൾ, അവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ഫുഡ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസീസ് നമുക്ക് ഈ ഒരു ഫുഡിലൂടെ സ്പ്രെഡ് ആകുന്നുണ്ട്. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കരുത് എന്ന് ഞാൻ പറയില്ല, പക്ഷെ നമുക്ക് വിശ്വാസമാണ് അവിടെ നല്ല വൃത്തിയിലും ഹൈജീൻ ആയിട്ടാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ച് പൈസ കൂടുതലായാലും കുഴപ്പമില്ല, അവിടെ നിന്ന് തന്നെ ഫുഡ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, കൺസ്യൂം ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി നമ്മൾ വീട്ടിൽ പാചകം ചെയ്യുമ്പോഴായാലും നമ്മൾ ഈ ഫുഡൊക്കെ പാചകം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സിൽ എടുത്തു വെക്കണം അല്ലെ? ഈ ഫ്ലൈസും കാര്യങ്ങളും ഈച്ചയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടേക്ക് പോയിരുന്നിട്ടാ വരുന്നതെന്ന് അറിയില്ല, എന്തൊക്കെ ഇൻഫെക്ഷൻസ് ആണ് അത് സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. സോ ഈ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക. അപ്പൊ ഫുഡ് ഐറ്റംസ് വഴി എന്ത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഡിസെൻട്രി, ലൂസ് മോഷൻ, കോളറ, അങ്ങനത്തെ അതേപോലെ തന്നെ വാട്ടർ വഴി സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എന്ത് സ്പ്രെഡ് ആവുന്നുണ്ട്, അസുഖങ്ങൾ സ്പ്രെഡ് ആവുന്നുണ്ട് ഫുഡ് ഐറ്റംസ് വഴി. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഫുഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. മാക്സിമം പുറത്തുനിന്ന്, കുഞ്ഞു കുട്ടികളാവുമ്പോൾ പുറത്തുനിന്ന് അവർ ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടില്ല. സോ നമ്മൾ അവർക്ക് ശീലിപ്പിക്കാതിരുന്നാൽ മതി. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഫുഡ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും അവർ പുറത്ത് പോകുമ്പോൾ അവരെന്താ എക്സ്പെക്ട് ചെയ്യണേ, ആ പുറത്ത് പോകുമ്പോൾ അമ്മ ഫുഡ് വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ അച്ഛൻ ഫുഡ് വാങ്ങിച്ചു തരും. കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. ഇനി ഭയങ്കര അഡിക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ആദ്യം ഒറ്റയടിക്ക് നിർത്താനല്ല പറയണേ, കുറച്ചായിട്ട് ആ ഒരു ഫുഡിന്റെ കൺസപ്ഷനും കാര്യങ്ങളും കുറയ്ക്കാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ പാക്കറ്റ് ഫുഡുകളുണ്ട് അല്ലെ? ഈ ലേസ്, ചിപ്സ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ എന്തും, ഇപ്പോ നമ്മൾ പറയും ലേസ് എന്താണ്, പൊട്ടറ്റോ ചിപ്സ് ആണെന്ന് പറയും അല്ലെ? നമ്മൾ എത്ര നല്ല രീതിയിൽ അത് ലേസ് പോലെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താൽ പോലും അതേ ഒരു ടേസ്റ്റും കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും കിട്ടില്ല. സോ ഏതൊരു പ്രൊഡക്റ്റും, ഏതൊരു ഫുഡ് ഐറ്റം ആയാലും ഫാക്ടറി പോയി വരുമ്പോൾ അതൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് മാറുന്നത്. അത് നമ്മൾ കുട്ടികൾക്ക് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിഫിക്കൽട്ടീസ്, അസുഖങ്ങളും കുട്ടികൾക്ക് വരുന്നുണ്ട്.
എൻ്റെ ഒരു റിയൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഈ ലേസും കാര്യങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കില്ലായിരുന്നു. പക്ഷെ മോൾക്ക് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ആദ്യമായിട്ട് ജനിച്ച പെൺകുട്ടിയാണ്. അപ്പോ എല്ലാവർക്കും ഭയങ്കര കെയറിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവരും വരുമ്പോ ചോക്ലേറ്റ്, ആദ്യം ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തിരുന്നത്. ഞാൻ ചോക്ലേറ്റ് അധികം കൊടുക്കില്ല, അവള് കുറച്ച് കഴിക്കുമ്പോൾ ഞാൻ മാറ്റിയൊക്കെ ചെയ്യും. പക്ഷെ പിന്നീട് ഈ ഗ്രാൻഡ് പാരന്റ്സ് ആയാലും ഈ ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി. ഞാൻ പറയും വാങ്ങിച്ചും കൊടുക്കരുത്. പക്ഷെ ഈ ലേസ് ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ ആൾക്ക് നല്ല രീതിയിൽ വയറുവേദന വന്ന് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ കഴിച്ചെന്ന് ചോദിച്ചപ്പോൾ ആള് ബ്രേക്ക്ഫാസ്റ്റിന് പകരം ലേസാ കഴിച്ചത്. അത് ഞാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും ഈ കുട്ടികൾക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കരുത്. ഈ ഒരു വയറുവേദന വന്നതിന് ശേഷം മോള് ഞാൻ പറഞ്ഞു ഈ ലേസ് കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, നീ ലേസ് കഴിക്കൂ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ആൾക്ക് അന്ന് നല്ല പെയിനായിരുന്നു. അതിൽ പിന്നെ ഈ ഒരു ഐറ്റം കഴിക്കില്ല. പക്ഷെ നമ്മൾ ഈ ഗ്രാൻഡ് പാരന്റ്സും അല്ലെങ്കിൽ മറ്റുള്ളവരും സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ഈ ലേസ് പോലത്തെ സംഭവങ്ങൾ. പക്ഷെ അത് അവർക്ക് നല്ലതിനേക്കാൾ കൂടുതൽ ഒരുപാട് ദോഷകരമായിട്ടുള്ള റീസൺസ് ആണ് അല്ലെങ്കിൽ ദോഷമാണ് വരുത്തുന്നത്. നമ്മളത് ആലോചിച്ചിട്ട് വേണം കുട്ടികൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുക്കാൻ. എന്തും ആയാലും ഫുഡ് ഐറ്റംസ്, കുട്ടികൾക്ക് കൊടുക്കേണ്ട ഫുഡ് ഐറ്റംസ് എന്ത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കെയറോട് കൂടി വേണം നമ്മളത് കൊടുക്കാൻ. ഓക്കെ. അതേപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട് അല്ലെ, ഫ്രൂട്ടി ഒക്കെ പോലത്തെ, വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? ഇല്ല. ഞാൻ ഒരു വീഡിയോ കണ്ടേണ്. ഈ ഫ്രൂട്ടിയുടെ പാക്കറ്റ് കട്ട് ചെയ്ത് അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോ അതിൽ കട്ട പോലത്തെ എന്തോ ഒരു സംഭവങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാല് കുടിക്കുന്ന കുട്ടികള് അറിയും കൂടി ഇല്ല അങ്ങനെ സംഭവം ആ ഫ്രൂട്ടിയുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ കുട്ടി അറിയാതെ അത് കുടിച്ചു പോകും. ദെൻ ആ കുട്ടിക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഫുഡ് ഇൻഫെക്ഷൻ വരും അല്ലെ, ലൂസ് മോഷൻ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കുറച്ചുകൂടി സീരിയസ് ആവും. ദെൻ ഇനി ലൈഫിൽ അങ്ങനെയല്ല, ഞങ്ങളുടെ നാട്ടില് പറൂര് ഒരു കഴിഞ്ഞ ഇടയ്ക്ക് നടന്നൊരു സംഭവമായിരുന്നു. ഒരു ഫുഡ് ഇൻഫെക്ഷന്റെ കേസാണ്. ഒരു അത്യാവശ്യം 25 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ഞങ്ങളുടെ കണ്ണൂര് ടൗണില് അത്യാവശ്യം പ്രശസ്തമായിട്ടുള്ളൊരു ഹോട്ടലുണ്ട് ഈ ഫുഡ് ഇൻഫെക്ഷന് വേണ്ടിയിട്ട്. ഫുഡ് ഇൻഫെക്ഷൻ കാരണം എപ്പോഴും കേസും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഹോട്ടലാണ്. അവിടെ നിന്ന് പോയിട്ട് അവര് മന്തി കഴിച്ചു. എന്ന് വെച്ചാല് മന്തി കഴിച്ചു. ഇപ്പൊ എല്ലാവരും കോമൺ ആയിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണല്ലോ. അപ്പൊ മന്തി കഴിച്ചു കഴിഞ്ഞിട്ട് അവരെ ഷെയ്ക്ക് കുടിച്ചു, എന്തോ ഷെയ്ക്കും കുടിച്ചു. ബട്ട് ഈ കൊച്ചിന് വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും കുറച്ച് ഫുഡ് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വന്നു. ഫുഡ് ഇൻഫെക്ഷൻ ആകുമ്പോൾ ആൾക്കാർ വിചാരിക്കും പറയണ്ട അത് മാറിക്കോളും എന്ന്. വീട്ടിൽ തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് വീട്ടിൽ തന്നെ നിന്നു. പിറ്റേ ദിവസം രാവിലെ എന്ന് പറയുന്നത് വിഷുവാണ്. ഞങ്ങൾ എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു, വിഷുവിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു. അപ്പൊ ഈ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഈ കുട്ടി സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടു, സ്റ്റാറ്റസ് ഇടുന്നൊക്കെ കണ്ടു. പിന്നെ അറിയണത് പിന്നെ ഹോസ്പിറ്റലിലാണെന്ന് അറിയുന്നത്. ഉച്ചയായപ്പോഴേക്കും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പറഞ്ഞു. രാവിലെ സ്റ്റാറ്റസ് ഇട്ട ആളാണല്ലോ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ ഫുഡ് ഇൻഫെക്ഷൻ ആണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഫുഡ് ഇൻഫെക്ഷൻ അല്ലേ, നമ്മളത് ഫുഡ് ഇൻഫെക്ഷൻ മാറി വരും അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഉച്ചയായപ്പോഴേക്കും എല്ലാവരും സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി, ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാർഡ് ഇതിടാൻ തുടങ്ങി. കാരണം രാവിലെ വരെ ഓൺലൈൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഉച്ചയായപ്പോഴേക്കും ഈ ഒരു പ്രശ്നം പറ്റി. എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഫുഡുകൾ എല്ലാവർക്കും അത് സെറ്റ് ആവണമെന്നില്ല, എല്ലാവർക്കും ആ ഫുഡ് ഐറ്റംസ് കഴിക്കണമെന്നില്ല. ഇപ്പൊ നമ്മൾ പറയില്ലേ ചെമ്മീനും ലൈമും കഴിക്കാൻ പാടില്ല, ഓപ്പോസിറ്റ് റിയാക്ഷനുള്ള ഫുഡുകൾ ഉണ്ടാവില്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഓപ്പോസിറ്റ് റിയാക്ഷനുള്ള ഫുഡുകൾ? അതേപോലെ ഒരു ഫുഡായിരുന്നു. ആ ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഷെയ്ക്കും അതേപോലെ തന്നെ മന്തി കഴിച്ചതുകൊണ്ടാണ് ആ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുക. അത് ആ ഒരു വ്യക്തി ഫുൾ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ അത് കൂടുതലായിട്ട് അത് അഫക്ട് ചെയ്തു. അന്ന് രാത്രി തന്നെ ആ ഫുഡ് ഇൻഫെക്ഷൻ ആണ് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കായിരുന്നു. പക്ഷെ അത് ലേറ്റ് ആക്കി, എന്നുവെച്ചാൽ ട്രീറ്റ്മെന്റ് വൈകിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനൊരു സംഭവം വന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് പ്രിക്കോഷൻസ് എടുക്കാം. ഇനി കുട്ടികൾക്ക് ഇതേപോലത്തെ ഐറ്റംസ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇനി ഏത് അമ്മമാർക്കല്ലേ കുക്കിംഗ് അറിയാത്തത്, യൂട്യൂബ് ഉണ്ട് പറഞ്ഞു തരാനായിട്ട്, നമുക്ക് അതേപോലെ കുക്ക് ചെയ്യാം അല്ലെ. നമുക്കൊരു വിശ്വാസം ഉണ്ട്
വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് തന്നെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഫുഡ് നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കി നല്ല നല്ല ഫുഡ് നല്ല കെയറോട് കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കാരണവശാലും പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ നോക്കാം. ഇനി അത് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരു സ്ഥലത്ത് നിന്ന് മാത്രം ഫുഡ് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാം. ഓക്കെ, നോക്കാം കേട്ടോ. ഫുഡ് ഐറ്റംസ്. കൺസ്യൂമിങ് ഫുഡ് which are affected by flies and other insects is the reason for various disease and infection. നമ്മൾ ഈ ഈച്ചകളും അതേപോലെ മറ്റ് ഇൻസെക്ട്സ്, റാറ്റ് ഒക്കെ വന്നിരിക്കുന്ന ഫുഡുകളാണ്. അതൊക്കെയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫെക്ഷനും കാര്യങ്ങളും വരുത്തും. ദ ഫ്ലൈസ് ഈസ് ദ മേജർ കാരിയർ ഓഫ് ഇൻഫെക്ഷൻ. ഫുഡ് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള കാരിയർ ആരാണ്? ഈ ഫ്ലൈസ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ എയറിലേക്ക് നോക്കുകയാണെങ്കിൽ എയറിലൂടെ ഒരുപാട് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ കോവിഡ് തന്നെ മെയിൻ ആയിട്ട് നമുക്ക് എക്സാമ്പിൾ പറയാം അല്ലെ. എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമായിട്ട് എന്താ കോവിഡ് എന്ന് പറയുന്നത്. അപ്പോ നമ്മള് ഒരു വ്യക്തി, ഇപ്പൊ ഒരു അസുഖമുള്ള ഒരു വ്യക്തി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ 100 of thousands of germs ആണ് എന്ത് ചെയ്യുന്നത്? എയറിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. ആ ജേംസ് ഏറ്റവും ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞൊരു വ്യക്തിയിലേക്ക് അത് എൻ്റർ ആവുകയും ആ ഒരു വ്യക്തിനെ പെട്ടെന്ന് അസുഖം ബാധിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടി ഒരു കുട്ടിക്ക് ഇതേപോലത്തെ അസുഖം ഉണ്ടെന്ന് വിചാരിക്കും. ഒരു അസുഖമുണ്ട്, കോവിഡ് പോലൊരു അസുഖം ഉണ്ടെങ്കിൽ ആ കുട്ടി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യും അല്ലെ. നമ്മളുടെ തന്നെ കുട്ടികളുടെ എക്സ്പീരിയൻസ് എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളിലേക്ക് വിടുമ്പോൾ അവിടെ ഇന്ന ആൾക്ക് പനിയാണ് അല്ലെങ്കിൽ ഫ്രണ്ടിന് പനിയാണെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം എന്തായാലും നമ്മുടെ കുട്ടിക്ക് പനി വന്നിട്ടുണ്ടാവും അല്ലെ. അത് ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ കുറവുകൊണ്ടാണ്. നോർമലി അങ്ങനെ സംഭവിക്കും. അപ്പൊ നമ്മൾ പാരന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും മാറിയതിനു ശേഷം മാത്രം സ്കൂളിലേക്ക് വിടുക. അതേപോലെ നമ്മൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. നമ്മൾ വീട്ടിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാതെ നമ്മൾ കറക്റ്റ് ആയിട്ട് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ കുട്ടികളെ കർച്ചീഫ് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുക. നമ്മൾ ചെറുപ്പത്തിലെ തന്നെ കർച്ചീഫ് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് നല്ലതാണ്. KG സെഷൻ മുതൽ നമ്മൾ കർച്ചീഫും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവരത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഹാബിറ്റ്, കർച്ചീഫ് യൂസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് അവർ കണ്ടിന്യൂസ് ആയിട്ട് അത് അവർ ഫോളോ ചെയ്യും. ത്രൂ ഔട്ട് അവരുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ കർച്ചീഫും കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യും. ഒരു പൊടിയുള്ള സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഒരാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ നമ്മൾ ആ ഒരു കർച്ചീഫ് വെച്ച് എന്ത് ചെയ്യും? കവർ ചെയ്യും. നമ്മൾ തുമ്മുമ്പോഴാണെങ്കിലും ചുമയ്ക്കുമ്പോഴാണെങ്കിലും ഈ ഒരു കർച്ചീഫ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഒരു മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കൂടുതൽ ശ്രമിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുമയ്ക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഉള്ളിലേക്ക് നമ്മുടെ ഡ്രസ്സിലേക്ക് ഇങ്ങനെ അകത്തേക്ക് ചുമയ്ക്കാം. എന്നുവെച്ചാൽ പുറത്തേക്ക് നമ്മൾ ചുമയ്ക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ആ ഒരു അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നത്. കർച്ചീഫൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോ നമ്മളായാലും ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ നമുക്കറിയാം ഒരുപാട് അണുക്കള് എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് മാസ്ക് വെക്കാം അല്ലെ. അങ്ങനെ അണുക്കൾ നമ്മുടെ ബോഡിയിൽ എൻ്റർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് വെക്കാം അല്ലെ. കൊറോണയുടെ സമയത്ത് നമുക്ക് വേറെ സാധാരണ വരുന്ന പോലെ ഈ ഒരു എന്താ പറയാ ചുമ, പനി അങ്ങനെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. വരെയാണെങ്കിൽ അത് കോവിഡ് ആയിരുന്നു. അല്ലെങ്കിൽ നമുക്ക് അതേപോലത്തെ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? കാരണം നമ്മൾ കുറച്ചും കൂടി ഹൈജീൻ ഹാബിറ്റ് ഒക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. നമ്മള് മാസ്ക് യൂസ് ചെയ്യാൻ തുടങ്ങി, സാനിറ്റൈസർ യൂസ് ചെയ്യാൻ തുടങ്ങി. പുറത്തേക്ക് പോയി വരുമ്പോൾ നമ്മളെ കൈയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോ ഹൈജീൻ ഹാബിറ്റ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ അറിയാം നമുക്ക്. പക്ഷെ നമ്മൾ കോവിഡ് പോയി കഴിഞ്ഞപ്പോ നമ്മൾ എങ്ങനെയായി? പഴയ പോലെ ആയില്ലേ? സാനിറ്റൈസർ യൂസ് ചെയ്യുന്നവര് ആരെങ്കിലും ഉണ്ടോ? സാനിറ്റൈസർ യൂസ് ചെയ്യുന്നവര്? ഇല്ല, ഇപ്പൊ മതിയാക്കിയല്ല. മാസ്കോ? ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അതുപോലെ അത്യാവശ്യം യാത്രകൾക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഈ നമ്മൾ ഈ ഫെസ്റ്റിവൽസിനൊക്കെ പോവില്ലേ?
ഇനി വരാൻ പോകുന്ന സീസൺ ഫെസ്റ്റിവൽസിന്റെ ഒക്കെ സീസൺ വരുന്നുള്ളൂ അല്ലെ. നമുക്ക് ഉത്സവങ്ങൾ പെരുന്നാളൊക്കെ വരാൻ പോകുന്നുള്ളൂ അല്ലെ, ഇനി വരുന്ന മാസങ്ങളല്ലേ. അപ്പോ ഈ ടൈമിലൊക്കെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ മാക്സിമം മാസ്ക് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഒത്തിരി പൊടിയായിരിക്കും അല്ലേ ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ. അപ്പൊ മാസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും എന്താണ് ഡസ്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ആവില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മാസ്ക് നല്ലതാണ്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എൻ്റെ അച്ഛൻ ഒരുപാട് നാളായിട്ട് എന്താ പറയാ ശ്വാസം മുട്ട് ആസ്മ ഉള്ള ഒരാളായിരുന്നു. കോവിഡ് വന്നതിന് ശേഷം അച്ഛനും മാസ്ക് യൂസ് ചെയ്തു കേട്ടോ. മാസ്ക് യൂസ് ചെയ്തതിന് ശേഷം സാധാരണ അച്ഛന് ഈ ഒരു ചെറിയ സമയത്ത് ഇപ്പൊ എന്താ പറയാ നവംബർ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും ശ്വാസം മുട്ട് കൂടും. മഞ്ഞ് സീസണൊക്കെ വരുമ്പോൾ അവർക്ക് കുറച്ച് ശ്വാസം മുട്ട് ആസ്മയുടെ ഒക്കെ കൂടുതലായിരിക്കും. പക്ഷെ ആ സമയങ്ങളിൽ ശ്വാസം മുട്ട് ഉണ്ടായിരുന്നേ ഇല്ല. കോവിഡിന്റെ ടൈമിൽ ഒട്ടും എന്തില്ല ശ്വാസം മുട്ടിന്റെ പ്രശ്നം വെച്ചാൽ പറഞ്ഞതേ ഇല്ല. മരുന്നൊക്കെ ഡോസ് ഒക്കെ കുറച്ച് ഡോക്ടറും പറഞ്ഞു ഒത്തിരി മാറിയിട്ടുണ്ട് കേട്ടോ, ശ്വാസം മുട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, അപ്പൊ അച്ഛൻ ചോദിച്ചു എന്തുകൊണ്ട് മാറിയത്? കുറേ കാലമായിട്ട് ഒരു 10-30 വർഷമായിട്ട് ശ്വാസം മുട്ടിന്റെ മരുന്ന് കഴിക്കുന്ന ഒരാള് പെട്ടെന്ന് അസുഖം മാറി എന്ന് പറഞ്ഞപ്പോ ഡോക്ടറോട് ചോദിച്ചു എന്ത് പറ്റിയതാന്ന്. അപ്പൊ ഡോക്ടറാ പറഞ്ഞത്, അപ്പൊ നമ്മൾ എല്ലാവരും മാസ്ക് യൂസ് ചെയ്ത് തുടങ്ങിയല്ലോ, അപ്പൊ നമുക്ക് അത്രയും ഡസ്റ്റും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നില്ല. നമ്മളോട് കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നുള്ളൂ. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് എന്തുണ്ട് ഡസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ പൊടിയും അതേപോലെ തന്നെ എന്താണ് കുറെ പ്രശ്നങ്ങൾ നമ്മളുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിലുണ്ട്. അതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യായിരുന്നു കയറായിരുന്നു. ഇപ്പൊ മാസ്ക് യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്രശ്നം ഇല്ല. ഇപ്പോഴും എൻ്റെ അച്ഛൻ അതുകൊണ്ട് മാസ്ക് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. പുറത്ത് പോകുമ്പോൾ അധികം പുറത്ത് പോകാറില്ല, പോവാണെങ്കിൽ തന്നെ മാസ്ക് കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യും. കാരണം ആൾക്കതിൽ പിന്നെ ശ്വാസം മുട്ട് കുറഞ്ഞു. മെഡിസിൻസ് എടുക്കുന്നുണ്ട്, മെഡിസിൻസ് എടുക്കുന്നുണ്ട്. എന്നാലും പണ്ടത്തെ പോലത്തെ ആ ഒരു ശ്വാസം മുട്ടും പ്രശ്നങ്ങളൊന്നും ഇപ്പില്ല, ഇപ്പൊ കുറവാണ് ആൾക്ക്. അപ്പൊ ഒരു കോവിഡ് വന്നതുകൊണ്ട് മനസ്സിലായതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇത്രയും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതാണ് നമ്മൾ ശ്വസിക്കുന്നത്. അതേപോലെ നമ്മൾ ടൗണിലേക്കൊക്കെ പോകില്ലേ, പുറത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു മാസ്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്താണെന്നറിയാവോ, നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോയി വരുമ്പോ നമ്മളെ മുഖത്തൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്തത് ഇങ്ങനെ നോക്കിയാൽ മതി, എന്തോരം ഡസ്റ്റാ നമ്മുടെ മുഖത്തുനിന്ന് ഇട്ടാ അല്ലെ. അപ്പൊ ഇത്രയും ഡസ്റ്റ് തന്നെ, ഇതിൽ കൂടുതൽ ഡസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻടേക്ക് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് പോയിട്ടുണ്ടാവും വായിലൂടെ മൂക്കിലൂടെ. അപ്പൊ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് മാസ്ക് യൂസ് ചെയ്യാലോ. പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് മാസ്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ സാനിറ്റൈസർ എന്റെ അഭിപ്രായത്തിൽ നല്ലതാ, ഞാനത് ബാഗിൽ വെച്ചിട്ടുണ്ട്. കാരണം എപ്പോഴാണ് ഹോസ്പിറ്റലൊക്കെ പോകേണ്ടി വരാന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോ കുഞ്ഞു കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് മിക്കപ്പോഴും ഹോസ്പിറ്റൽ വിസിറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ നമുക്ക് സാനിറ്റൈസർ കയ്യിലുള്ളത് നല്ലതാണ്. കാരണം അണുക്കളും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് നല്ലത്. ഓക്കെ ഓക്കെ എയർ ആണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെയിൻ മീഡിയം ഓഫ് സ്പ്രെഡിങ് ഡിസീസ്. എയറിലൂടെയും ഒരുപാട് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. When a patient cough or and sneeze, thousands of germs spread in the air. ഒരാള് തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ thousands of germs ആണ് എയറിലേക്ക് സ്പ്രെഡ് ആകുന്നത്. They are carried through airs. എയറിലൂടെ അത് ക്യാരി ചെയ്യുന്നു and get into the body of the person having less immunity power. ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞൊരു വ്യക്തിയിലേക്ക് ആ ഒരു ജേം എൻ്റർ ആവാണ് ചെയ്യുന്നത്. കഫ്, കോൾഡ്, മീസിൽസ്, സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ് etc. are the examples and spread out of the air. എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് കഫ്, നമുക്കറിയാം, ചുമ, കോൾഡ്. മീസിൽസ് എന്താണ്? അഞ്ചാം പനി. അഞ്ചാം പനി. സ്മോൾ ബോക്സ്, ചിക്കൻ ബോക്സ്, സ്മോൾ ബോക്സ്. ട്യൂബർകുലോസിസോ? TB, ചുമ, ഭയങ്കരമായ ചുമ. ക്ഷയം. ഓക്കെ, ഇതെല്ലാം എയറിലൂടെ സ്പ്രെഡ് ആകുന്നതാണ്. നമ്മുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് പറ്റും. അതേപോലെ നമ്മൾ ഡസ്റ്റ് ഉള്ള ഏരിയയിലേക്കാണ് കുട്ടികൾ പോകുന്നതെങ്കിൽ അവരോട് പറയാം മാസ്ക് യൂസ് ചെയ്യാൻ. മാസ്ക് ഇല്ലെങ്കിലോ അവരുടെ കയ്യിൽ എന്തായാലും കർച്ചീഫ് ഉണ്ടെങ്കിൽ കർച്ചീഫ് വെച്ചിട്ട് മുഖം എന്ത് ചെയ്യാൻ പറയാ, കവർ ചെയ്യാനായിട്ട് പറയാം. അല്ലെങ്കിൽ കർച്ചീഫ് നമ്മൾ ട്രയാങ്കിൾ ആകൃതിയിൽ മടക്കിയിട്ട് എന്ത് ചെയ്യാൻ പറയാം, അതൊന്ന് ഇവിടെ നമ്മളിങ്ങനെ എന്ത് ചെയ്യാം, അത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ടെസ്റ്റും കാര്യങ്ങളും പോകില്ല. ഓക്കെ, 2 പോയിന്റ് മനസ്സിലായോ?
യെസ് മാം. യെസ് അപ്പൊ മാം. ആ പാരഗ്രാഫും ആ 2 പോയിന്റും ഫുഡ് ഐറ്റംസും എയർ ഒന്ന് വായിച്ചു നോക്കോ? യെസ് മാം. വായിച്ചു നോക്കിക്കോളാം. ഓക്കെ മാം. ക്ലിയർ ആണോ? യെസ് മാം. ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സ്പീഡൊക്കെ ഓക്കെ ആണോ? എന്തെങ്കിലും പറയാൻ വന്നാരെങ്കിലും? ഇല്ല അല്ലേ? ഓക്കെ. നമ്മൾ അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് വഴിയും അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഫ്ലൈസ് വഴി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. മൊസ്കിറ്റോസ്, അതേപോലെ തന്നെ ഇൻസെക്ട്സ്, റാറ്റ്സ്, നമ്മുടെ പെറ്റ് ഡോഗ്സ്, ഫാം അനിമൽസ്, ഈവൻ ബേർഡ്സിലൂടെ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ബേർഡ്സിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ എന്ന് പറയാവോ? ബാക്കിയൊക്കെ ഇംഗ്ലീഷിൽ പക്ഷിപ്പനി, നിപ്പ. ഓക്കെ. ഇനി ഫ്ലൈസിൽ മൊസ്കിറ്റോസിലൂടെ സ്പ്രെഡ് ചെയ്യുന്നതോ? മലേറിയ, ഡെങ്കു. റാറ്റിലൂടെയോ? എലിപ്പനി. ഓ, എലിനെ സൂക്ഷിക്കണോ അല്ലെ? ആരെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടോ ഈ പറഞ്ഞ ജീവി എലി? ഇല്ല. ശ്രദ്ധിക്കുക കേട്ടോ. ഞങ്ങളുടെ പഞ്ചായത്തിൽ 2 എലിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ എന്നുവെച്ചാല് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ എലി നമ്മൾ കാണുന്നില്ലല്ലോ. ചിലപ്പോൾ ഫുഡ് ഐറ്റംസിലൂടെ ആയിരിക്കും, അത് വന്ന് കഴിച്ച ഫുഡ് ആയിരിക്കാം. എങ്ങനെയാണെന്ന് അറിയില്ല. 2 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫിലാരിസിസ് ആയിട്ട് 2 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പെറ്റ് ഡോഗിലൂടെ വരും അല്ലെ എന്താണ് അസുഖങ്ങള്? ഏതാണത്? വിഷബാധ. പ്ലേ. ഓക്കെ. പിന്നെ ഫാം അനിമൽസ്, നമുക്ക് പന്നിപ്പനി വരാറുണ്ട് അല്ലെ? ഫാം അനിമൽസിലൂടെ ഒക്കെ അസുഖങ്ങൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. Animals and other creatures, besides flies, mosquitoes, insects, rat, and other creatures like pet dogs, farm animals, and even birds, are responsible for carrying infections. Okay. Filariasis, typhoid, malaria, plague, cholera, trench fever. ഫിലാരിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലിപ്പനിയാണ്. ടൈഫോയിഡ് ഇവിടെ വേണ്ട കേട്ടോ. ടൈഫോയിഡ് നിങ്ങളത് കട്ട് ചെയ്ത് കളയണേ. ടൈഫോയിഡ് ഒരിക്കലും അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖമല്ല, വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ് കേട്ടോ. ഒന്ന് കട്ട് ചെയ്യോ? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെയാണ് ടൈഫോയിഡ് സ്പ്രെഡ് ചെയ്യുന്നത്. മിസ്റ്റേക്ക് ആണത്. ഒന്ന് കട്ട് ചെയ്തേക്ക്. ഓക്കെ. മലേറിയ, പിന്നെ പ്ലേഗ് കേട്ടിട്ടുണ്ട്, കോളറ കേട്ടിട്ടുണ്ട്. ട്രെഞ്ച് ഫീവർ കേട്ടിട്ടുണ്ടോ? നമുക്കത് സുപരിചിതമായിട്ടുള്ള ഒരു ജീവിയാണ് ട്രെഞ്ച് ഫീവർ സ്പ്രെഡ് ചെയ്യുന്നത്. പെയിനിലൂടെ അല്ലേ മിസ്? അതെ. തലയില്.
ബോഡി ലൂസ്, അതിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഏത്? ട്രെഞ്ച് ഫീവർ എന്ന് പറയുന്നത്. നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഈ ഒരു ജീവി ഇതേപോലത്തെ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന? ഇല്ല. ഓക്കെ, അപ്പോ ഈ ഒരു ജീവിയിലൂടെ എന്ത് സ്പ്രെഡ് ആവുന്നുണ്ട്? ബോഡി ലൂസ് വഴിയും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അസുഖങ്ങൾ സ്പ്രെഡ് ആകുന്നുണ്ട്. എനിക്ക് ഒരു റിയൽ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. എന്റെ പരിചയത്തില് ഒരു കുട്ടി, ഞാൻ ക്ലാസ്സിൽ എടുക്കുന്ന കുട്ടി തന്നെയാണ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അവളുടെ ഒപ്പം ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ മറ്റു കുട്ടികൾ ആരും ഇരിക്കുന്നില്ല. അവൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് നിങ്ങള്, ഞാൻ വിചാരിച്ചു ഫ്രണ്ട്സ് ആണല്ലോ, കുഞ്ഞു കുട്ടികളാണ്, അപ്പൊ അവളുടെ ഒപ്പം ഇരിക്കൂല എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാൻ. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവളൊരു കുട്ടി പറഞ്ഞു അവളുടെ തല നിറച്ച് ഇന്നതാണ് മിസ്സേ, അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് മാറിയിരുന്നു. ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചു. ഞാൻ ആളുടെ അടുത്ത് ചെന്ന സമയത്ത് ആളുടെ അവസ്ഥ വളരെയധികം മോശമാണ്. കാരണം നല്ല മുടിയുണ്ട് ആൾക്ക്, അത്യാവശ്യം നല്ല മുടിയുണ്ട്. 2 ക്ലാസ്സിലാണെങ്കിൽ പോലും അത്യാവശ്യം മുടിയുണ്ട്. പക്ഷെ തല നിറച്ചും ഈ പറഞ്ഞ പോലെ എന്താണ് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ തലയിലല്ല പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ ഈ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഭാഗം, ഇവിടെ നിന്നുള്ള ഈ ഒരു ബാക്ക് സൈഡ്, ഇവിടെ ഫുള്ള് ഭയങ്കരമായിട്ടില്ലേ നമ്മള് ചുമന്ന് തടിച്ചിങ്ങനെ വീർത്തിങ്ങനെ ഇരിക്കുന്നു. ഭയങ്കരമായിട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളും പോലെ തോന്നുന്നു. ഒട്ടും നമുക്ക് ഞാൻ കുഞ്ഞിക്കുട്ടിയാണ്, ആള് അത്യാവശ്യം ആരോഗ്യം കുറവാണ്, ചെറിയ ആളാണ്. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം എന്താണ്, ഇവിടെ ഫുള്ള് ഇൻഫെക്ഷൻ ആയിരിക്കുക. ഈ ചെവിയുടെ ഇപ്പുറവും അതേപോലെ തന്നെ ഇവിടെ നിന്ന് ബാക്കിലേക്ക് ഫുള്ളും എന്ത് ചെയ്തിരിക്കുന്ന ഇൻഫെക്ഷൻ പോലെ ആയിരിക്കണം. ആൾക്കാണെങ്കിൽ ഈ കുട്ടികളെ ഒറ്റപ്പെടുത്തുന്ന വിഷമമുണ്ട്, ഈ തലയിലത്തെ പ്രശ്നമുണ്ട്. നമുക്ക് പറയാൻ പറ്റൂലല്ലോ ആൾക്ക് എന്തൊക്കെ ഫീലിംഗ് ആ. കുഞ്ഞു കുട്ടിയല്ലേടാ, അവരുടെ മനസ്സിൽ പറഞ്ഞാൽ പെട്ടെന്ന് വിഷമാവും. അത്രയും പിള്ളേരിങ്ങനെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോ ആള് ഭയങ്കരമായിട്ട് കരഞ്ഞ് പെട്ടെന്ന് ഇതായി. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ പാരന്റിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഏതെങ്കിലും ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞാൽ സ്കിന്നിന്റെ ഡോക്ടറെ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് മാറും എന്ന് പറഞ്ഞു. അപ്പൊ അവര് അടുത്ത ദിവസം വർക്കിംഗ് ആണ്, അമ്മ ഭയങ്കരമായിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന, അച്ഛനമ്മയും ജോലി ചെയ്യുന്നവരാ. ഇവരുടെ ഒപ്പം സിംഗിൾ ന്യൂക്ലിയർ ഫാമിലിയാണ്. അച്ഛനമ്മയും പിന്നെ മൂത്ത ചേച്ചിയും ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ മൂത്ത ആൾക്ക് പറഞ്ഞാലൊന്നും നമുക്ക് അത് പറഞ്ഞാൽ കേൾക്കുന്നില്ല ഇളയാള്. അമ്മയാണെങ്കിലോ രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് വർക്ക് കഴിഞ്ഞ് വരുന്നത്. പിറ്റേ ദിവസം രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴേക്കും പോകും. പക്ഷെ കെയറും കിട്ടുന്നില്ല കുട്ടികൾക്ക്. അങ്ങനെയാണ് ഈ ഒരു ഇത്രയും പ്രശ്നത്തിലേക്ക് പോയതെന്ന് തോന്നുന്നു. ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയി. ഡോക്ടർ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവരോട് പറഞ്ഞു മുടി ഫുള്ളായിട്ട് കളഞ്ഞോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൂടുള്ളൂ, നമുക്ക് പിന്നെയും ആയാലും മുടി വളരും, ഇപ്പൊ ആ മുടി ഫുള്ളായിട്ട് കളയണം എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, ഫുൾ മുടി കളഞ്ഞു. പിന്നെ ക്രീമും കാര്യങ്ങളും പിന്നെ ആന്റിബയോട്ടിക്കും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ കുറച്ച് നാളൊരു 2 ആഴ്ചക്കുള്ളിൽ ഏകദേശം ആൾക്ക് കുറവുണ്ട്. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കുറഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ ആൾ ഓക്കെയാണ്, ബോയ്ക്കട്ടൊക്കെ ചെയ്ത് ഇത്ര ഉള്ളൂ മുടി അത്രയും തന്നെ നിർത്തിയിരിക്കുകയാണ്. പഴയ പോലത്തെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. അന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം അത്രയും ഇൻഫെക്ഷൻ ആയിരുന്നു അവിടെ, ഫുള്ളായിട്ട് അത്രയും ഇൻഫെക്ഷൻ ആണ്. അപ്പൊ നമ്മള് കുട്ടികളുടെ മുടി നമ്മളുടെ ഇഷ്ടം കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ മുടിയൊക്കെ വളർത്തി കാണണം എന്ന് നമുക്ക് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി നമ്മൾ ശ്രമിക്കണം, ടൈം കൊടുക്കണം. ഓക്കെ, കാരണം കുഞ്ഞു കുട്ടികളല്ലേ, അവരെന്തൊക്കെ ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളാണ് അവരുടെ ക്ലാസ്സിൽ ഫേസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റൂല. ഓക്കെ, അപ്പോ then ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടർ, ഐസ്, സോർബറ്റ്. ആരൊക്കെയാണ് പുറത്തൊക്കെ പോകുമ്പോ സർബത്തും അതേപോലെ തന്നെ പെട്ടെന്ന് ഓപ്പൺ ഒരു ചായ കുടിക്കാൻ തോന്നുന്നു, അതേപോലെ തന്നെ വാട്ടർ ജ്യൂസ് ഒക്കെ വാങ്ങിച്ചു കുടിക്കുന്നത്? കുട്ടികളെ കൊണ്ട് പോകുമ്പോ ഭയങ്കര പാടല്ലേ, കഴിക്കും. ശരിയാണ്, കുട്ടികളെ കൊണ്ട് പോകുമ്പോ പ്രത്യേകിച്ച് അവര് നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്ഥലം എത്തിക്കഴിയുമ്പോ അവിടെ സ്റ്റോപ്പ് ആകും, ദാഹിക്കണം എന്ന് പറയും. ഞാൻ ഒരു പ്രാവശ്യം ഇതേപോലെ മോളെയും കൊണ്ട് പുറത്തു പോയതാ.
അപ്പൊ ആള് ആദ്യം പോയപ്പോ ഞാൻ പ്രാവശ്യം എന്റെ ജ്യൂസാണോ ഷേക്കാണോ ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം എപ്പോഴും പോവില്ല, മോളെയും കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ പുറത്തേക്ക് എപ്പോഴും പോവില്ല. അപ്പം രണ്ടാമത് പോയപ്പോ അവള് പറഞ്ഞു ദാഹിക്കണെന്ന്, ദാഹിക്കണം അമ്മയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ എന്താണ് അവിടെ കട എത്താറായിട്ടുണ്ട്, അപ്പോഴാണ് പറയണത് ദാഹിക്കണമെന്ന്. നൈസായിട്ട് ആളുടെ പ്ലാൻ എനിക്ക് മനസ്സിലായി. കാരണം എന്താണ്, നമുക്കത് വാങ്ങിച്ചു കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാ. പക്ഷെ ഞാൻ എടുത്ത ബാഗിൽ എന്തെങ്കിലും വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. കാരണം നമ്മള് കറക്റ്റ് എമൗണ്ട് വെള്ളം എപ്പോഴും കുടിക്കണം. ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ വന്നപ്പോ പോലും എന്റെ വാട്ടർ ബോട്ടിലും കൂടെ വരുന്നേ. ഞാൻ എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോ എന്തായാലും ഒരു കുപ്പിയില് അത്യാവശ്യം വെള്ളം, എനിക്ക് വേണ്ടത്ര വെള്ളം ഞാൻ എടുക്കാറുണ്ട്. ഞാൻ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞപ്പോ ആൾക്ക് മനസ്സിലായി വെള്ളം വേണമെന്നല്ലേ പറഞ്ഞത്. വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോ ദാഹം അറിയില്ല. അപ്പൊ കടൽ അവിടെ എത്തിയപ്പോ വിശക്കണോന്നായി. മനസ്സിലായോ? അപ്പൊ കുട്ടികൾ നമ്മൾ ഒരു പ്രാവശ്യം ശീലിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതവര് എന്താണ് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ. നമുക്ക് വീട്ടിൽ എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം, പക്ഷെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ജ്യൂസോ ഷേക്കോ എന്താന്ന് വെച്ച് ഉണ്ടാക്കി കൊടുത്തോടെ, അത് നമ്മൾ വീട്ടിൽ വെച്ച് ഉണ്ടാക്കി കൊടുത്തോ. പക്ഷെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാം. ഓപ്പൺ പ്ലേസുകളിൽ നിന്ന് ചായ, കോഫി, സോർബറ്റ് ഒക്കെ അത് കഴിക്കാതിരിക്കാൻ നോക്കുക. സോർബറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർബത്താണ്, അതൊക്കെ നമ്മൾ കഴിക്കാതിരിക്കാൻ നോക്കുക. കാരണം അതിൽ ഒരുപാട് ഡേറ്റ്സ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അണുക്കളും കാര്യങ്ങളൊക്കെ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടർ, ഐസ് ആൻഡ് സോർബറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത പോയിന്റ്സും എടുക്കാം. ഞാനിപ്പോ ഇവിടെ വെച്ച് അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് വെച്ചിട്ട് നിർത്താണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ സൈൻ ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തരും പറയാം. സൈൻ ഔട്ട് പറയാനായിട്ട് റെഡി ആണോ? ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സില്? മിസ് നോട്ട്സ് ഒക്കെ എങ്ങനെയാണ് തരുകയാണ് ചെയ്യുന്നത്, അത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം? നോട്ട്സ് പ്രിപ്പയർ ചെയ്യാണ്. നോട്ട്സ് നമുക്ക് ഇവിടെ നിന്നില്ല, പക്ഷേ നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊരു സഹായത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മോക്ക് ടെസ്റ്റ് തരും. ഇപ്പൊ യൂണിറ്റ് 4 എന്റെ കോമൺ ചൈൽഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ തീരുമ്പോൾ മാക്സിമം എന്നെ കൊണ്ട് വരുന്ന ഒരു 20 ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു 20 ക്വസ്റ്റ്യൻ ഞാൻ മോക്ക് ടെസ്റ്റ് ആയിട്ട് തരും. നിങ്ങളുടെ ക്ലാസ് റൂമിൽ അത് അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ആ മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അത് ഗൂഗിൾ മീറ്റ് വഴി ഉള്ളതാണോ? ഗൂഗിൾ മീറ്റ് വഴിയുള്ളതാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടും. ഗൂഗിൾ ക്ലാസ് റൂമില് ക്ലാസ് റൂം വർക്കോ അങ്ങനെയില്ലേ, അതിൽ കാണാം കേട്ടോ. ക്ലാസ് റൂം വർക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. ടെസ്റ്റ് പേപ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. അതിലുണ്ടാവും മോക്ക് ടെസ്റ്റ് വരാട്ടോ. കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ മാർക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഗൂഗിൾ ഫോം വഴിയാണോ മാം? ഗൂഗിൾ ഫോമിലായിരിക്കും ചെയ്യേണ്ടത്. നിങ്ങൾ നേരെ ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ആരെങ്കിലും? ഇല്ല. ഇല്ല, ചോദിച്ചതാണ്. മിസ് അപ്പൊ ഇന്ന് പഠിപ്പിച്ച് നമ്മൾ നോട്ട്സ് ആക്കണോ? ഇന്ന് പഠിപ്പിച്ചത് എനിക്ക് തോന്നുന്നു ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ലെക്ചർ നോട്ട് എഴുതി എടുക്കായിരുന്നു. നിങ്ങളിപ്പോ ഇന്ന് പഠിപ്പിച്ച പോർഷൻ ലെക്ചർ നോട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. ഞാൻ എന്തൊക്കെയാ പഠിപ്പിച്ചത്, എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നത്? ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ് കാരണം. ഓക്കെ, 2 types ഓഫ് ഡിസീസിനെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ഡിസീസ്? കണ്ടാജിയസ് ഡിസീസ് ആൻഡ് ഇൻഫെക്ഷൻ ഡിസീസ്. ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഫുഡ്, എയർ, ഫുഡ്, എയർ, അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തു അല്ലെ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആരെങ്കിലും ലെക്ചർ നോട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും, ഒരു മോഡൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട്സ് എല്ലാം
നമുക്ക് എന്നാലും സൈൻ ഔട്ട് പറയാലോ അല്ലേ? ഓക്കെ, സൈൻ ഔട്ട് ചെയ്യുന്നതിനായി സെറീനയെ ക്ഷണിക്കുകയാണ്. എൻ്റെ പേര് സെറീന സക്കീർ. എൻ്റെ വീട് തൃശ്ശൂർ. എനിക്ക് 2 മൂത്താള് 6ൽ പഠിക്കുന്നു, രണ്ടാമത്തെ കുട്ടിക്ക് 2 വയസ്സ്. അപ്പോൾ ഇന്ന് ഞാൻ സൈൻ ഔട്ട് ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിനായി കോർഡിനേറ്റ് ചെയ്ത ഗ്ലാഡീസിനും ഹയർ പറഞ്ഞ ബബിതയ്ക്കും പിന്നെ തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞ മേരിയയ്ക്കും കുറച്ച് പേരുകൾ പഠിച്ചു വരുന്നത് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ പഠിച്ചാൽ മതി, കുഴപ്പമില്ലാണോ? ഇപ്പൊ സൈനോട് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ് അപർണ മിസ്സാണ് ഞങ്ങൾക്ക് എടുത്തു തന്നത്. അത് നല്ല രീതിയിൽ എടുത്തു തന്നു, നന്നായി മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ്. താങ്ക് യു.